الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ومن آياته يريكم البرق خوفا وطمعا وينزل من السماء ماء فيحيي به الأرض بعد موتها إن في ذلك لآيات لقوم يعقلون أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് അവൻ നൽകുന്ന വ്യത്യസ്ത പരീക്ഷണങ്ങൾ ക്ഷമയോടെ അതിജീവിച്ച് സ്വർഗമാകുന്ന വിശാലമായ അവൻ്റെ കാരുണ്യ ലോകം പ്രതീക്ഷിച്ച് മോഹിച്ച് പ്രാർത്ഥിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്വയിലൂടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഞാനും നിങ്ങളും ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിലൂടെ ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വർഷക്കാല സാഹചര്യത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. മഴയുടെ അപകടങ്ങൾ ഒരു തുടർക്കഥയായി നമ്മുടെ നാട്ടിലും വാർത്തകളിലുമൊക്കെയുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പല ദിവസങ്ങളായി നിരന്തരമായി അവധി പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ജനങ്ങളൊക്കെ വാചാലരായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു മുഅ്മിനായ മനുഷ്യൻ, വിശ്വാസിയായ സത്യവിശ്വാസിയായ ഒരു മനുഷ്യന് എല്ലാ വിഷയത്തെക്കുറിച്ചും പറയുന്നത് പോലെ മഴയിലും ചിന്തിക്കാനും ആലോചിക്കാനുണ്ട്. അവൻ്റെ മനസ്സിൽ ഉണ്ടാവേണ്ടുന്ന ചിന്തകൾ എന്തെന്ന് ചോദിച്ചാൽ, ആകാശലോകത്തുനിന്ന് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന മഴവെള്ളം വെറും ഒരു വെള്ളമല്ല എന്നും അതിലും എനിക്ക് എന്തൊക്കെയോ ചില ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന ബോധമുണ്ടാവണം. വിശുദ്ധ ഖുർആനിൽ 8 വാക്കുകളാണ് മഴയെ ഉപയോഗിച്ചത്. സാധാരണ അറബി വാക്കുകളൊക്കെ നമുക്കെല്ലാം അറിയാം, ചില വാക്കുകൾ അത് മതിയാകും അതിന്. എന്നാൽ മഴയുടെ സ്വഭാവം അനുസരിച്ച് മഴയ്ക്ക് 8 തരത്തിലുള്ള വിശദീകരണമാണ് ഖുർആൻ കൊടുത്തത്. ചിലയിടത്ത് വെറും മാ എന്നാണ് ഉപയോഗിച്ചത്, വെള്ളം. സാധാരണയിലുണ്ടാകുന്ന വെള്ളത്തിന് മാ എന്ന് പറയും, അത് മഴക്ക് ഉപയോഗിക്കാറുണ്ട്. ചിലയിടത്ത് ഉപയോഗിച്ച വാക്ക് മത്തർ എന്നാണ്. മത്തർ എന്ന് പറഞ്ഞാൽ 15 സ്ഥലത്തെ വാക്ക് ഉപയോഗിച്ചത് ശിക്ഷയായി മഴ പെയ്യുമ്പോഴാണ് മത്തർ എന്ന് ഉപയോഗിക്കുക. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമിനെ കൊടുത്ത മഴനെ മത്തർ എന്ന് പറഞ്ഞു. മഴ അത് ശക്തിയായ ശിക്ഷയുള്ള മഴ. വേറെ ചില സ്ഥലങ്ങളിൽ ഗൈസ് എന്നാണ് ഉപയോഗിച്ചത്. പേമാരി പോലെ കനത്ത മേഘക്കീറുകളും നല്ല കണ്ണ് കാണാത്ത മഴയൊക്കെ ആകുമ്പോഴാണ് പറയാ അത് ഗൈസാണെന്ന് പറയും. അല്ലെങ്കിൽ സ്വയ്യിബ് എന്ന് പറയാറുണ്ട്. അതൊക്കെ ആ ആശയത്തിലാണ് വരാറുള്ളത്. ചിലയിടത്ത് ഖുർആൻ ഉപയോഗിച്ച വാക്ക് റഹ്മത്ത് എന്നാണ്. നല്ല നിരാശപ്പെട്ട് വെള്ളം കിട്ടാതെ വരണ്ട് കടന്നൊരു സമയത്ത് പെയ്തൊഴിയുന്ന മഴക്ക് റഹ്മത്ത് എന്നാണ് ഉപയോഗിക്കുക ഖുർആനിൽ. ചിലയിടത്ത് ഉപയോഗിച്ച വാക്ക് വദഖ് എന്നാണ്. ആലിപ്പഴം പെയ്യുന്ന മഴക്ക് ഉപയോഗിച്ച വാക്ക് വദഖ് എന്നാണ്. ഒക്കെ മഴയാണ്.
അപ്പോൾ ഖുർആൻ ഇത് വ്യത്യസ്ത സന്ദർഭങ്ങളിലായി വ്യത്യസ്ത രൂപത്തിലായി ഉപയോഗപ്പെടുത്തുന്നത് അതിൽ വ്യത്യസ്ത തരം പാഠങ്ങൾ ഒരു മനുഷ്യന് പഠിക്കാനുണ്ട് എന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹു തആല മനുഷ്യനോട് ചിന്തിക്കാൻ പറഞ്ഞതാണ് ഓരോ മഴ പെയ്ത്തുകളും. എന്തിലെന്തോ ചിന്തിക്കാനുണ്ട്. സൂറത്ത് റൂം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാണാൻ സാധിക്കും അല്ലാഹുവിന്റെ അത്ഭുതങ്ങളായ ദൃഷ്ടാന്തങ്ങൾ. രാത്രി ദൃഷ്ടാന്തമാണ്, നിങ്ങൾക്ക് പകൽ ജോലി ചെയ്യാൻ പറ്റുന്ന ദൃഷ്ടാന്തമാണ്, നിങ്ങൾക്ക് ഇണകളായി ജീവിക്കാൻ പറ്റുന്ന ദൃഷ്ടാന്തമാണ്, നിങ്ങൾക്ക് വസ്ത്രം ധരിക്കാൻ പറ്റുന്ന ദൃഷ്ടാന്തങ്ങളാണ്. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ സൂറത്ത് റൂമിൽ അല്ലാഹ് പറയാണ് വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ, നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ ഇടിമിന്നൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ അതിങ്ങനെ കാണുന്നില്ലേ? ആ പ്രതീക്ഷയുണ്ടാക്കുന്ന ഭയമുണ്ടാക്കുന്ന ആ ഇടിമിന്നൽ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമാണ്. വയുനസ്സിലു മിനസ് സമാഇ മാ, ആകാശത്തുനിന്ന് നാം മഴ പെയ്യിപ്പിക്കുന്നത് അത്ഭുതകരമായ ദൃഷ്ടാന്തമാണ്. ഫയുഹീ ബിഹിൽ അർള ബഅദ മൗതിഹാ, ചത്ത് കിടക്കുന്ന ഡ്രൈ ആയി കിടക്കുന്ന മണ്ണ് വരെ മുളച്ചു പൊന്താൻ തുടങ്ങുന്ന ചെടികളുള്ള പച്ചപ്പ് നിറഞ്ഞതായി മാറുന്നില്ലേ? ഒരിക്കലും മുളക്കൂല എന്ന് വിചാരിച്ച ചെടികൾ മഴയത്ത് മുളച്ചു പൊന്താൻ തുടങ്ങും, തളിർത്ത് ഉഷാറായി വരാൻ തുടങ്ങും. എന്നിട്ട് അല്ലാഹ് പറയാണ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ, ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് ചില ദൃഷ്ടാന്തങ്ങളും പാഠങ്ങളും ഉള്ളതാണ്. വല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായ മണ്ണിനെ ഹയാത്താക്കി ജീവിപ്പിക്കാൻ കഴിവുള്ള മഴവെള്ളത്തിൽ അത്ഭുതങ്ങളുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ് ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമില്ല എന്ന് പറയുന്നവരുണ്ടോ? ഇനി രണ്ടാമതൊരു പരലോകം ഉണ്ടാകൂല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇനി നമ്മളെ എല്ലാവരെയും ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ മഴനെ പറ്റി പഠിക്കുക. ഖുർആൻ പറയാണ് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി, അല്ലാഹു നിർജീവമായതിൽ നിന്ന് ജീവനുള്ളവയെ നൽകുന്ന ഹയാത്താക്കുന്നവനാണ്. വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ളവയിൽ നിന്ന് ജീവനില്ലാത്തവയെ തരുന്നവനാണ്. നിർജീവമായ മണ്ണിനെ ജീവിപ്പിച്ച് വെള്ളം കൊണ്ട് ചെടികളാക്കി സമൃദ്ധമാക്കുന്നവനാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ് വകദാലിക തുഖ്റജൂൻ, അതുപോലെ നിങ്ങളെ പടച്ചോൻ പുറത്തേക്ക് രണ്ടാമത് കൊണ്ടുവരും. നിങ്ങൾ എവിടെ ഖബറടക്കിയാലും ഏത് നാട്ടിൽ മണ്ണറക്കിയാലും നിങ്ങൾ ഇവിടെ ജീവിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ മരിക്കും. നിങ്ങൾ മരിക്കുമോ എങ്കിൽ മനുഷ്യരെ നിങ്ങളെ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ പറഞ്ഞതുപോലെ സത്യമാണ്. ഗുണപാഠങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ ഒരൊറ്റ പെയ്യുന്ന മഴയിൽ മനുഷ്യനെ പഠിപ്പിക്കണം. നിന്റെ ജീവിതം മഴ പോലെയാണ്. ഖുർആന്റെ പ്രയോഗം ശ്രദ്ധിച്ചു നോക്ക് നിങ്ങൾ. ആകാശത്തുനിന്ന് മഴ പെയ്തിട്ട് ചെടികൾ മുളച്ച പോലെയാണ് നമ്മളെ ജീവിതം. നമ്മളിവിടെ പൊട്ടി മുളച്ച് ഇവിടെ ജീവിതം ആരംഭിച്ച് ആ മഴ പെയ്ത് മുളച്ചപ്പോ ചെടികളൊക്കെ നനഞ്ഞ് ഉഷാറായി അതിന്ന് കായ്കനികളൊക്കെ പുറത്തേക്ക് വന്നപ്പോ കാണുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷം. എന്താ ജീവിതം! അങ്ങനെ ഈ ജീവിതത്തിന്റെ സുഖങ്ങൾ കാണുമ്പോ ഞമ്മക്ക് ഇങ്ങനെ തോന്നി എന്താ ദുനിയാവില്ലേ എന്നൊക്കെ ഇങ്ങനെ തോന്നിപ്പോകും. ശക്തമായ ഒരു 10 ദിവസത്തെ വെയിലുദിച്ചാൽ ഈ ചെടികൾ, തളിർക്കുന്ന ചെടികൾ, പഴങ്ങൾ തരുന്ന കൃഷിസ്ഥലങ്ങൾ ഉണങ്ങി വരണ്ടു പോകുന്നു. ഒരു നല്ല ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങിയാൽ ചെടികൾ സൈഡാകുന്നു. ഇതേപോലുള്ള മനുഷ്യരെ നമ്മളെ ദുനിയാവ്. അള്ളാന്റെ ഖുർആൻ ഉപയോഗിച്ച വാക്കാണ് വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ. ഈ ദുനിയാവിന്റെ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഖമാഇൻ, മഴവെള്ളം പോലെയാണ് ദുനിയാവ്. അൻസൽനാഹു മിനസ് സമാഇ, ആകാശത്തുനിന്ന് മഴ ഇങ്ങനെ പെയ്യുന്നു. ഫഖ്തലത ബിഹി നബാതുൽ അർളി, ഭൂമിയിൽ നല്ല ചെടികളൊക്കെ മുളച്ചു പൊന്തുന്നു. ഫഅസ്ബഹ ഹശീമ, പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വാടി തുരുമ്പിക്കുന്നു. പിന്നെ ഒരു കാറ്റടിച്ചാൽ അത് സൈഡാകുന്നു. ഇത്രയുള്ളൂ മനുഷ്യരെ നമ്മളൊക്കെ ജീവിതം. ദുനിയാവ് നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യരായ നമ്മളൊക്കെ ആലോചിക്കണം. ഇതിൽ നിന്നെല്ലാമുള്ള പാഠങ്ങൾ നമ്മളും ഗുണപാഠങ്ങളായി ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായിട്ടാണ് മഴനെ പഠിപ്പിച്ചത്. എന്താ ദൃഷ്ടാന്തം! അത്ഭുതമാണ്.
ഒരു വലിയ ജലാശയത്തിൽ നിന്ന് നീരാവിയെ കൊണ്ടുപോയി ഉയർത്തി ആകാശത്തതിനെ മേഘക്കീറുകളിൽ വെച്ച് പൊട്ടിച്ച് എന്നിട്ട് താഴേക്ക് നല്ല മഴ. നോക്കൂ നിങ്ങൾ, സമുദ്രത്തിലെ വെള്ളം ഉപ്പുവെള്ളമാണ്. ആകാശത്തുനിന്ന് പെയ്യുന്ന വെള്ളം ഉപ്പുവെള്ളമല്ല. എന്തൊരു ഗുണപാഠം ആലോചിച്ച് നോക്കി. എല്ലാവർക്കും ഉപകരിക്കുന്ന വെള്ളമാണ് മഴയിട്ട് തരുന്നത്. സമുദ്രങ്ങളിലും ജലാശയങ്ങളിലുമുള്ള നീരാവിയെ പിടിച്ച് ഉയർത്തി ഉയർത്തി കൊണ്ടുപോയി മേഘക്കീറായി അവിടെ വെച്ചതിനെ പൊട്ടിച്ച് അള്ളാഹ് ഉദ്ദേശിക്കുന്നിടത്ത് മഴ പെയ്യിപ്പിക്കുക എന്നത് അള്ളാന്റെ അത്ഭുതങ്ങളായിട്ടാണ് രേഖപ്പെടുത്തിയത്. അലം തറ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അലം തറ, നോക്കുന്നില്ലേ എന്നാണ്. നോക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നില്ലേ എന്നാണ്. അന്നല്ലാഹ യുസ്ജി സഹാബ, അല്ലാഹു തആല മേഘങ്ങൾ എങ്ങനെ ചലിപ്പിച്ച് കൊണ്ടുപോകുകയാണ്. കൂറ്റൻ പർവ്വത സമാനമായ മേഘങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുക. സുമ്മ യുഅല്ലിഫു ബൈനഹു, എന്നിട്ട് അതിനെ ചീന്തുകളാക്കി കൂട്ടി യോജിപ്പിക്കുക. സുമ്മ യജ്അലുഹു റുകാമ, പിന്നെ അതിനെ കനപ്പെട്ടതാക്കി മാറ്റുക. ഫതറൽ വദഖ യഖ്റുജു മിൻ ഖിലാലിഹി, എന്നിട്ട് അതിൽ നിന്ന് ആലിപ്പഴം വീഴുന്ന പോലെ താഴത്തേക്ക് ഇങ്ങനെ മഴക്കണികൾ ഇങ്ങനെ താഴേക്ക് വീഴാണ്. ഇതൊക്കെ അത്ഭുതങ്ങളല്ലേ, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളല്ലേ. ആ മഴവെള്ളം പരിശുദ്ധമാണ്, അതിന് കേടില്ല. മഴവെള്ളത്തിൽ കുളിച്ചു, മഴവെള്ളത്തിന് കുറ്റം പറയുന്ന സാഹചര്യം നമുക്കുണ്ടാകേണ്ടതില്ല. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറാ, ശുദ്ധിയുള്ള വെള്ളമാണ്. വേറെ ചില ഉപയോഗിച്ച് വഅൻസൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, ബറക്കത്തുള്ള വെള്ളമാണ് പറഞ്ഞത്. ബറക്കത്താക്കപ്പെട്ട വെള്ളാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമുള്ള വെള്ളമാണ് പടച്ചറബ് ആകാശലോകത്ത് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ചില ഘട്ടങ്ങളിലൊക്കെ വലിയ സഹായമായിട്ടാണ് അള്ളാന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ബദർ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് ശക്തമായ ചൂടായിരുന്നു, നല്ല ക്ഷീണമായിരുന്നു, റമദാനിലായിരുന്നു, അങ്ങേയറ്റത്തെ തളർച്ച അവരൊക്കെ ബാധിച്ചിരുന്നു. അന്ന് നബിയും സഹാബത്തും ഒരുമിച്ച് കൂടി ടെന്റ് അടിച്ചു നിന്ന ആ പ്രദേശത്ത് കാർമേഘം വന്ന് പൊന്തി വന്നു. ഒരിക്കലും മഴ പെയ്യാൻ സാധ്യതയില്ലാത്ത ആ സാഹചര്യത്തിൽ കാർമേഘം കനത്തു. അവർ താമസിക്കുന്ന സ്ഥലത്ത് രാത്രി മഴ പെയ്തു. അതെന്ന് അവർക്ക് കിട്ടിയത് ഒരു സഹായമായിരുന്നു. അതിന് ഗൈസ് എന്നാണ് ഉപയോഗിച്ചത്. വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുത്ഹിറക്കും ബി, നിങ്ങളൊന്ന് ശുദ്ധീകരിക്കാൻ, നിങ്ങളൊന്ന് എനർജറ്റിക് ആവാൻ, നമ്മളെ ഒന്ന് ശരിപ്പെടുത്താൻ, ആ ക്ഷീണത്തെ മകച്ചു മാറ്റാൻ നിങ്ങൾക്കവിടെ തന്നത് മഴയാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ പറഞ്ഞ അല്ലാഹുവിന്റെ ഖുർആൻ മനുഷ്യരോട് ചിന്തിച്ചിട്ട് എന്താണ് നീ ആകേണ്ടത്? അല്ലാഹുൽ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, മനുഷ്യരെ നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം. എന്തിനാ വായു തന്നിരിക്കുന്നത്? എന്തിനാ ഈ ഭൂമി തന്നിരിക്കുന്നത്? എന്തിനാ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ രക്തം? നമുക്ക് തന്നത് മുഴുവൻ പടച്ചോനെ ഇബാദത്ത് ചെയ്യാനാണ്. ആ വാക്ക് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞത് എന്തിനാണ് അല്ലാഹനെ ആരാധിക്കണം എന്ന് പറയുന്നത്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, നിങ്ങൾക്ക് ഭൂമി വിരിപ്പാക്കി തന്നത് അവനല്ലേ. വസ്സമാഅ ബിനാഅ, ആകാശത്തിന് ഒരു നെടുന്തൂണാക്കി തന്നത് അവനല്ലേ. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്തുനിന്ന് വെള്ളം തന്നത് അവനല്ലേ. ഫഖറജ ബിഹി മിനസ് സമറാത്തി, അതിൽ നിന്ന് കായ്കനികൾ പുറത്തു കൊണ്ടുവന്ന് തന്നത് അവനല്ലേ. റിസ്ഖൻ ലക്കും, നിങ്ങൾക്കുള്ള റിസ്ഖായിട്ട് അല്ലാഹ് പറയാണ്. ഇതൊക്കെ തന്ന റബ്ബല്ലേ. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദം വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. അല്ലാഹുവിന് സമന്മാരുണ്ടാക്കരുത്. ഈ കഴിവുള്ള അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും ശിർക്ക് വെച്ച ജീവിതം കടന്നു വരരുത്. അള്ളാഹുവിനെ പോലെ കഴിവുള്ളവൻ വേറെ ആളുണ്ടെന്ന് പറയരുത്. അത്ഭുതകരമായ പടച്ചറപ്പിന്റെ ഈ സൃഷ്ടിപ്പിനെ അംഗീകരിക്കാത്തവരായി നമ്മൾ മാറരുത്. ആ അള്ളാഹുവിന്റെ കലാമ് നമ്മളോട് പറയാണ്. മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളായിരുന്ന മുശ്രിക്കീങ്ങളോട് ചോദിച്ചു, വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ, ആകാശത്തുനിന്ന് ആരാ മഴ പെയ്യിപ്പിക്കുന്നത്? അവർ പറയുമായിരുന്നു അല്ലാഹ്, പടച്ചോനാണ്, അള്ളാണെന്ന് അവർ പറയുമായിരുന്നു. അവർ തവാഫ് ചെയ്യുമായിരുന്നു, അവർ ഹജ്ജിന് പോകുമായിരുന്നു. പിന്നെ എന്താണ് സുഹൃത്തുക്കളെ മുശ്രിക്കീങ്ങൾക്ക് സംഭവിച്ച തെറ്റെന്താണ്? അവർ അല്ലാഹുവിന് പുറമെ സമന്മാരെ ഉണ്ടാക്കി.
അല്ല കാണുന്ന പോലെ കാണും, അല്ല കേൾക്കുന്ന പോലെ കേൾക്കും. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി വേറെ ചില ആൾക്കാരെ ലാത്തനൊക്കെ കൊണ്ടുവന്ന് അവരുടെ ഖുർബത്തെടുത്ത് ഈ ഇടയാളന്മാരായ ഈ ഔലിയാക്കന്മാരിലൂടെ ഞങ്ങൾക്ക് അള്ളാന്റെ അടുത്ത ശുപാർശ കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരോട് പ്രാർത്ഥിക്കുന്നത്. ഇത്രക്ക് അകലെയാണോ നമ്മളെ പടച്ചോൻ? നമ്മുടെ റബ്ബിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം എന്താ? എന്റെ റബ്ബ് ഖരീബ്, വളരെ അടുത്തുള്ളവനാണ്. ഇടയിൽ ആളാവശ്യമില്ല. തൊണ്ടനാടിയേക്കാൾ അടുത്തുള്ളവനാണ് നമ്മളെ പടച്ചോൻ. അതിന്റെ ഇടയിൽ മുഹീദ്ദീൻ ഷേഖ് വേണ്ട, അതിന്റെ ഇടയിൽ റിഫായി ഷേഖിന്റെ ആവശ്യമില്ല, ബദരീങ്ങൾ ആവശ്യമില്ല, ഉഹുദീങ്ങൾ ആവശ്യം. ആ പ്രാർത്ഥനക്കിടയിൽ നമുക്കും അള്ളാഹ്ക്കും ഇടയിൽ പിന്നെ വേറെ ഒരാളോട് ചോദിച്ച് അവരുടെ ഹക്ക് ചോദിച്ച് അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് ചോദിച്ച് അവരോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് വേണ്ട പടച്ച റബ്ബിലേക്ക് പോകാൻ. നമുക്ക് നേരെ റബ്ബിനോട് ചോദിക്കാം. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് പ്രാർത്ഥിച്ചോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. സാധാരണഗതിയിൽ ഇതിന്ന് പഠിക്കുന്ന മനുഷ്യരെന്താ ചിന്തിക്കേണ്ടത്? ഇത് പടച്ച റബ്ബ് തന്ന ദൃഷ്ടാന്തമാണ് എന്ന് പടച്ചോനിലേക്ക് മടങ്ങണമെന്ന് വിചാരിക്കേണ്ട ആൾക്കാരെ പടച്ചവനിൽ നിന്ന് അകറ്റുകയാണ് നമ്മുടെ പുരോഹിതന്മാർ. മൊഹീദ്ദീമാല വായിച്ചിട്ടുണ്ട് നിങ്ങൾ? മൊഹീദ്ദീമാലയിലും ഖുത്ബിയ്യത്തിലൊക്കെ വായിച്ചു നോക്ക്. മഴ തരുന്നത് മൊഹീദ്ദീൻ ഷേഖ എന്ന് പറഞ്ഞ വാക്കുകളുണ്ട്. യാ ഫൈള ഐനൈ വജൂദൈഹി എന്ന് തുടങ്ങുന്ന വജികൾ. ഇവിടെ ഈ നാട്ടിൽ പുഴയും വെള്ളവും ഒഴുക്കിത്തരുന്ന മഹാനേ എന്നാണ് മൊഹീദ്ദീൻ ഷേഖിനെ വിളിക്കുന്നത്. ഞങ്ങൾക്ക് പുഴയും വെള്ളവും അരുവിയും ഒരുക്കി തരുന്നത് മൊഹീദ്ദീൻ ഷേഖ് നിങ്ങളാണ് എന്ന് പറയുന്ന വാചകം നമ്മുടെ നാട്ടിലെ കിതാബുകളിൽ ആളുകൾ പാടിക്കൊണ്ടിരിക്കാം. മലയാളത്തിൽ എഴുതിവിട്ട കോയപ്പാപ്പ എന്നറിയപ്പെടുന്ന വേങ്ങരയിലുള്ള ഒരു മനുഷ്യന്റെ കറാമത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് വെള്ളമില്ലാതെ ആളുകൾ ഓടിക്കൂടി മഴയില്ലാതെ ബുദ്ധിമുട്ടായപ്പോ അദ്ദേഹം തുണി പൊന്തിച്ചിട്ട് മൂത്രമൊഴിച്ചു. പിന്നീട് ഈ പരാതി പറഞ്ഞ നാട്ടുകൾ തിരിച്ചെത്തുമ്പോഴത്തേക്ക് അവിടെ സമൃദ്ധമായ മഴയുണ്ടായിരുന്നു. ഒരാൾ എണീറ്റുന്ന് മൂത്രമൊഴിച്ചാൽ മഴ ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പ് ഭാണ്ഡങ്ങളിൽ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയാതെ പോകുന്ന അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നു. പടച്ച റബ്ബ് ഇത് ഒരിക്കൽ വേണ്ടെന്ന് വിചാരിച്ചാൽ ഇവിടെ ഒരാൾക്കും അതിനെ കൊണ്ടുവന്നു തരാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ വാക്കുകളിൽ പോലും അള്ളാഹുവിന്റെ മഴയെ നിന്ദിക്കുന്ന നന്ദികെട്ട വർത്താനങ്ങൾ പറയാൻ പാടില്ല. ചില ആൾക്കാരെങ്കിലും പറയും അത് കർക്കടക ആയതുകൊണ്ടാണ്, ഇത് തുലാമാസമായതുകൊണ്ടാണ്, അത് ന്യൂനമർദ്ദമായതുകൊണ്ടാണ്, അത് ഇന്ന രാശി കാരണം കൊണ്ടാണ്. ഇതൊന്നുമല്ല കാരണം. നമ്മുടെ കാരണത്തിന്റെ അടിസ്ഥാനം പടച്ച റബ്ബിന്റെ തീരുമാനത്തിലാണ് മഴ പെയ്തിരിക്കുന്നത്. ഒരു പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ പെയ്ത് നിൽക്കുന്ന ഒരു പ്രഭാതത്തിൽ നബി തങ്ങൾ സ്വഹാബത്തിനോട് വന്നിട്ട് പറഞ്ഞു, ഇന്ന് നേരം വെളുത്തപ്പോ ചില ആളുകൾ മുഅ്മിനായി, ചില ആളുകൾ കാഫിറായി. സ്വഹാബത്ത് ആകെ അത്ഭുതപ്പെട്ടു, ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ ഇത് സംഭവിച്ചത്? മഴ പെയ്ത് അനുഗ്രഹം ലഭിച്ചപ്പോൾ ചിലർ പറഞ്ഞു, അള്ളാന്റെ ഫദ്ല് കൊണ്ട് അള്ളാന്റെ റഹ്മത്ത് കൊണ്ടാണ് നമുക്ക് മഴ കിട്ടിയത്. ഇത് പറഞ്ഞവർ മുഅ്മിനായി. അവൻ രാശികളിലും വേറെ ഉള്ളതിലൊക്കെ അവൻ കാഫിറായിട്ടുണ്ട്. എന്നാൽ ചില മനുഷ്യർ പറയുമത്രേ, ഇന്ന രാശി കൊണ്ടാണ്, ഇന്ന നക്ഷത്രം കൊണ്ടാണ്, ഇന്ന കാരണം കൊണ്ടാണ് മഴ ഉണ്ടായത് എന്ന് പറഞ്ഞ് അള്ളാനെ നിഷേധിക്കുന്ന അവസ്ഥയുണ്ടാവാറുണ്ട്. ഇത് സൂക്ഷിക്കേണ്ട വാക്കാണ്. എത്ര ശക്തമായ മഴ പെയ്താലും നമുക്കെന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ മഴയെ കാലത്തെ പഴിക്കരുത്. അള്ളയാണ് കാലമെന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ പഴിക്കുന്ന അവസ്ഥയുണ്ടാവരുത്. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? മുൻകരുതലുകൾ എടുക്കണം. ഇവിടെയാണ് നമുക്ക് പാളിച്ച പറ്റുന്നത്. എന്തൊക്കെയോ നിലക്കുള്ള റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിക്കുന്നു, യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിക്കുന്നു, ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം വരുന്നു. അവിടെയെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് വീണതൊരു വിദ്യയാക്കി അതൊരു അവധി കിട്ടി, അതുകൊണ്ട് ഇനി എന്താ ചെയ്യാ? വെള്ളച്ചാട്ടം കാണാൻ പോകാം. അതുകൊണ്ട് ഇനി എന്താ ചെയ്യാം? മല കയറാൻ പോകാം. ഈ അപകടം നിറഞ്ഞ ഈ സാഹചര്യത്തിൽ എത്ര വാർത്തകളാണ് നിങ്ങൾ കേട്ടത്? നാട്ടുകാർ മൊത്തം പറയാണ്, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, അവിടെ അപകടമാണ്, ഭയങ്കര വഴുക്കുന്നുണ്ട്, അവിടെ ചെന്ന് ചാടിയാൽ പിടിച്ചാ കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഒരു റീൽസ് കിട്ടാൻ, ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര മനുഷ്യന്മാരെയാണ് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.
ടൂർ പോയ 4 പേരിൽ ഒരാളുടെ ബോഡി തന്നെ കിട്ടാത്ത അവസ്ഥ. 2-3 ആളുകളെ ഫയർഫോഴ്സ് വന്ന് രക്ഷപ്പെടുത്തിയത് എന്തിനാണ്? ആ ഒരു മഴവെള്ളം കുത്തി ഒലിച്ചു വരുന്നത് കാണാൻ പൂതിയായിട്ട്. ഇത് ടൂർ ഇറങ്ങേണ്ട സമയമല്ല എന്നുള്ള മുൻകരുതൽ, നമ്മൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. വാഹനം ഓടിക്കുന്ന ആളുകൾ, ഞാനുങ്ങളൊക്കെ വാഹനം ഓടിക്കുന്ന ആൾക്കാരാണ്. ഡ്രൈവർമാർ നല്ല ശ്രദ്ധിച്ചു വാഹനം ഓടിക്കുന്നത് മഴക്കാലമാണ്. എവിടെയാ കുഴി, എവിടെയാ ഒഴുക്കലെന്ന് അറിയാൻ പറ്റാത്ത എത്ര സംഭവങ്ങൾ നമ്മൾ ഓരോ ദിവസം വായിച്ചു കൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ ഓടിച്ചു പോകുന്ന സാഹചര്യത്തിന് അപ്പുറത്ത് മഴക്കാലമാണെന്ന ബോധത്തോടെ വാഹനം ഡ്രൈവ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. മഴയത്ത് കളിച്ചുകൊണ്ട്, മഴ പോലെ തന്നെ മഴയത്തുണ്ടാകുന്ന അപകടങ്ങൾ മനസ്സിലാക്കാതെയും പുറത്തിറങ്ങി മക്കളെ നടത്തുന്നത് വലിയ ഗൗരവത്തോടെ കാണുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി നൽകുന്ന അധികാരികളുടെ മുന്നറിയിപ്പുകളെ കൃത്യമായി ഗൗനിക്കാതെ മുന്നോട്ട് പോകരുത്. മഴ നൽകുന്ന അവധി ദിവസങ്ങൾ വിദ്യാലയങ്ങൾ പലപ്പോഴും നമ്മുടെ കുട്ടികളാണെങ്കിൽ പോലും റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചതൊരു ടൂറാക്കി മാറ്റുന്ന സാഹചര്യം ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. എന്താണ് അതിൻ്റെ കാരണമെന്ന് നമ്മുടെ പ്രദേശത്ത് മഴ ഉണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ടല്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് അതിൻ്റെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി പുറത്തിറങ്ങി അലഞ്ഞു തിരിയാൻ അനുവദിക്കാതിരിക്കുക. മുതിർന്നവർ പോലും അപകടകരമായ വെള്ളം നിറഞ്ഞ പാതകളിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വാഹനമോടിക്കലുകളും റീൽസ് ചിത്രീകരണങ്ങളും ഒക്കെ വിവരക്കേട് മാത്രമല്ല, ഒട്ടനേകം അപകടങ്ങൾ വിളിച്ചു വരുത്തുക. സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരിക്കൊടുത്ത് ജീവൻ രക്ഷിക്കാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ ജീവിതത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ എത്ര ലാഘവത്തോടെയാണ് അപകടങ്ങളെ കാണുന്നത്. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാലും മറ്റൊരാളുടെ രക്ഷപ്പെടലിന് വേണ്ടി കൊതിക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന നാട്ടിൽ നമ്മളൊക്കെ സ്വയം ഓരോ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതിൻ്റെ മുന്നറിയിപ്പുകളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് വിലയിരുത്താൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക. മഴക്കെടുതികൾ പ്രയാസപ്പെടുന്ന ഒട്ടനേകം നാട്ടുകാരുണ്ട്. നമ്മളും നമ്മുടെ വീടും സേഫായിരിക്കാം. പരിസരത്ത് നമ്മുടെ ജില്ലകൾക്കപ്പുറത്ത് മറ്റു പല പ്രദേശങ്ങൾ, ഈരാറ്റുപേട്ടയൊക്കെ നിങ്ങൾ പോയി നോക്കൂ. അവിടുത്തെ സഹോദരങ്ങളൊന്ന് വിളിച്ച് സംസാരിച്ച് നോക്കൂ. എന്താണ് അവർ അനുഭവിക്കുന്നത്? 1 കോടിയിലധികം വില വരുന്ന തൻ്റെ വീട് ഉദ്ഘാടനം കഴിഞ്ഞ് തുറന്ന് 1 മാസമായിട്ടുള്ളൂ. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വന്ന സഹോദരൻ, അവൻ്റെ വീട് വെള്ളം കയറിയതിൻ്റെ പകുതി ഭാഗവും ഒരു 25 ദിവസത്തെ ഒരൊറ്റ താമസത്തിൻ്റെ പേരിൽ എത്ര വലിയ നഷ്ടങ്ങളാണ് പിന്നീടുണ്ടായത്. ഇങ്ങനെ ഒട്ടനേകം ആളുകളുടെ ജീവിതത്തിന്റെ വല്ലാത്തൊരു പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ജീവിക്കുന്നത് എന്നും അവരൊക്കെ സഹായിക്കാനും പറ്റാവുന്ന രൂപത്തിലൊക്കെ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കേണ്ടവരാണ് നമ്മൾ. അതോടൊപ്പം തന്നെ ഈ മഴക്കാല സമയങ്ങളിൽ പലയിടത്തും ജോലിക്ക് പോകാൻ കഴിയാത്തവരുണ്ട്. നമ്മുടെ കുടുംബക്കാരൊക്കെ ഒന്ന് അന്വേഷിക്കണം. മഴ കാരണം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തവരും വീട്ടിൽ ശരിയാവണ്ണം ജോലിക്കിറങ്ങാൻ പറ്റാത്ത ആളുകളുടെ വീട് എങ്ങനെയാണ് കടന്നു പോണത് എന്ന് ഞാൻ ചോദിക്കണം. അവർ തുറന്ന് പറയാത്തവരുണ്ടാകും. ഇത്തരത്തിൽ മനുഷ്യരോട് കാരുണ്യത്തോടെ സ്നേഹത്തോടെ ഈ നിലക്ക് മറ്റുള്ളവരെ പരിഗണിക്കുന്ന ആകാശഭൂമിക്കിടയിലുള്ള മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാവേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ കാരുണ്യം, ഇർഹമൂമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കും. ആകാശത്തിലുള്ളവൻ നമ്മളോട് കരുണ കാണിക്കുമെന്ന് പഠിപ്പിച്ച വാക്ക്. മറ്റൊരാളുടെ പ്രയാസം മാറ്റിക്കൊടുക്കാൻ വേണ്ടി സഹായിച്ചാൽ അല്ലാഹ് ദുനിയാവിലെയും ആഖിറത്തിലെയും പ്രയാസം നിങ്ങൾക്ക് മാറ്റിത്തരുമെന്നത് ഹദീസ. വല്ലാഹി ഫീ ഔനിൽ അബ്ദ് വല്ലാഹു ഫീ ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദ് ഫീ ഔനി അഖി. ഒരു സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അല്ലാഹ് നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മഴ മുന്നറിയിപ്പുകളും ഈ മഴക്കാലവും ഈ വർഷക്കാലവും ഒക്കെ നമ്മളെ ചിന്തിപ്പിക്കാനും പഠിപ്പിക്കാനും നന്ദിയുള്ളവരാകാനും അള്ളാഹുവിൻ്റെ അദാബുകളെ കുറിച്ചോർത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് പരലോകത്തിന് വേണ്ടി ഒരുങ്ങാനും ശരിപ്പെടുത്തുവാനും തിരുത്തുവാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും പരസ്പരമുള്ള അങ്ങേയറ്റത്തെ സ്നേഹവായ്പകളോടെ പെരുമാറുവാനും മനുഷ്യരെന്ന നിലക്കുള്ള നല്ല വിട്ടുവീഴ്ചക്കുമൊക്കെ നമ്മൾ സന്നദ്ധരായ ജീവിതത്തെ ക്രമീകരിക്കാനും ഈ സമയം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാം ഖൈറായ ജീവിതം പ്രദാനം ചെയ്യുകയും പ്രയാസപ്പെടുന്ന എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു തആല ആശ്വാസത്തോടെ നല്ല ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുമുള്ള എളുപ്പം അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين
والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്വയുള്ള ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹ്യങ്ങൾ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രാവിലെ പ്രഭാത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ എനിക്ക് ഉപകാരമുള്ള ഇൽമ് തരണേ എന്നാണ് ചോദിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി, പടച്ചോനെ നീ എനിക്ക് പഠിപ്പിച്ചു തന്ന ഇൽമു കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടാക്കണേ. വഅല്ലിംനി മാ യൻഫഉനി വസിദ്നി ഇൽമ, എനിക്ക് ധാരാളം അറിവ് അധികരിപ്പിച്ചു തരണേ. അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. ഖുർആനിൽ എനിക്ക് അധികം തരണേ എന്ന് ചോദിച്ചൊരു പ്രാർത്ഥനയുള്ളത് റബ്ബി സിദ്നി ഇൽമ, പടച്ചോനെ എനിക്ക് അറിവ് അധികരിപ്പിച്ചു തരണേ. ഒരു നാടിന്റെ ഏറ്റവും നല്ല സവിശേഷത എന്ന് പറയുന്നത് അവിടെ ഇൽമുള്ളവരുണ്ടാവുക എന്നതാണ്. ആലിമിന് വലിയ സ്ഥാനമാണ്. ഇൽമ് തേടുന്ന, ഇൽമ് പഠിക്കുന്ന, പഠിപ്പിക്കുന്ന ആളുകൾക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാം കൊടുത്തിരിക്കുന്നത്. നാട്ടിൽ എന്താണ് അവരുടെ സ്ഥാനമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇൽമുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ എന്താണ് സ്ഥാനമുള്ളത്? സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരു മുഅല്ലിമൻ നാസ്, ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, അവനു വേണ്ടി അല്ലാഹുവിന്റെ മലായികത്തുകൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഹത്തൽ ജുഹറ ഹത്താ ഫിൽ ഹുജറ, അവർ മാളത്തിലിരിക്കുന്ന ഉറുമ്പുകൾ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. വഹത്തൽ ഹീതാന ഫിൽ ബഹർ, കടലിലൂടെ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കുന്ന അധ്യാപകന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. യാത്രയുണ്ടെങ്കിലും കടലിൽ കിടക്കുന്ന മത്സ്യങ്ങൾ പോലും അവർക്ക് നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. സുഹൃത്തുക്കളെ, മുഅല്ലിമാവുക, മുഅല്ലിമൻ നാസാവുക, ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്ന ഒരു വലിയ പുണ്യം. തലമുറകളെ ദീന് പഠിപ്പിച്ചാൽ ലഭിക്കുന്ന വലിയ പുണ്യം ഒരു വല്ലാത്ത പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭൂതിയാണ്. ആ ഇൽമ അനുസരിച്ച് ഒരു വിദ്യാർത്ഥി വളർന്ന് വലുതായ കുടുംബത്തിന് നന്മ കൊടുത്ത് മരിക്കുവോളം ഉപകരിക്കുന്ന ഇൽമ പറഞ്ഞു കൊടുത്തതിന്റെ പുണ്യം എത്രയാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകരെ ഏതൊരു കാലഘട്ടത്തിലും പരിഗണിക്കേണ്ടവരാണ് നമ്മളൊക്കെ. പുതിയ കാലഘട്ടത്തിൽ വിദ്യാലയങ്ങളിൽ, സ്കൂളുകളിൽ മറ്റുമൊക്കെയായി അതിൻ്റെ വില കുറച്ചുകൊണ്ടിരിക്കുന്ന സംസ്കാരങ്ങൾ വ്യാപിക്കുന്നുണ്ട്. മദ്രസാ അധ്യാപകരെ ഈ കാര്യത്തിൽ ഒന്നുകൂടെ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. വളരെ ചെറിയ ശമ്പളത്തിനായിരിക്കും അവർ ജോലി ചെയ്യുന്നുണ്ടാവുക. മറ്റു ജോലികൾക്ക് അവർക്ക് പോകാൻ കഴിയുകയുമില്ല. അവർ പഠിച്ചതും മനസ്സിലാക്കിയതുമായ ഈ ഒരു ഇൽമിന്റെ മേഖലയോടുള്ള മഹബത്ത് കാരണം കൊണ്ടാണ് അവർ ആ ഫീൽഡിൽ നിൽക്കുന്നത്. പലപ്പോഴും അവരുടെ ഒരു ആശുപത്രി കേസോ, അവരുടെ ഒരു വീട് നിർമ്മാണമോ, അവരുടെ മക്കളുടെ ഒരു ആവശ്യമോ വന്നാൽ അവരുടെ കയ്യിൽ പണം ഉണ്ടാവില്ല. ആ ശമ്പളത്തിൽ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടെ വളരെ ഉദാത്തമായ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ, നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഈ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി ഒരു ഫണ്ട് കളക്ട് ചെയ്ത്, കഴിഞ്ഞ വർഷം ഇതേ അവസരത്തിൽ ഫണ്ട് കളക്ട് ചെയ്ത് 20-ലേറെ വീടുകൾ ഉസ്താദുമാർക്ക് നിർമ്മിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്. പല ആളുകളുടെയും ചികിത്സകൾക്ക് വേണ്ടി സഹായിക്കാൻ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ആവശ്യത്തിന് വേണ്ടി കേരളത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ പ്രയാസപ്പെടുന്ന മദ്രസാ അധ്യാപകർക്കുള്ള ഒരു സഹായമായിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ സ്വതക്ക അവർക്ക് വേണ്ടിയാണ് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. അവരുടെ വീടിന്റെ വിഷയത്തിലും അവരുടെ ചികിത്സയുടെ കാര്യത്തിലുമൊക്കെയായി ഒരു സുരക്ഷിതമായ അവസ്ഥക്ക് വേണ്ടി ഒരു സംവിധാനമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ ഇൻഷാ അല്ലാഹ് അതിന്റെ സൗകര്യങ്ങളെല്ലാം പുറത്തൊരുക്കിയിട്ടുണ്ട്. അതിന്റെ സ്കാനറും അതുപോലെ തന്നെ ബക്കറ്റ് കളക്ഷനും ഒക്കെ നടക്കുന്നുണ്ട്. മനസ്സറിഞ്ഞതിനോട് സഹായിക്കുക. അറിവ് തേടി പഠിക്കാൻ വേണ്ടി നമ്മളൊന്ന് രംഗത്തിറങ്ങണം. നമ്മൾ വെറും പഠിക്കുന്ന മജ്ലിസുകളോടും പഠിക്കുന്ന പുസ്തകങ്ങളോടും ഒന്നും വിലയില്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ പാടില്ല. മൻ സലക ത്വരീഖൻ, ഒരാൾ ഒരു മാർഗത്തിൽ പ്രവേശിക്കുകയാണ്. എന്തിനാ പോണത്? യൽതമിസു ഫീഹി ഇൽമാ, അറിവ് തേടിയാണ് അയാൾ അന്വേഷിച്ചു പോകുന്നതെങ്കിൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് അവനുള്ള വഴി അല്ലാഹ് എളുപ്പമാക്കി കൊടുക്കും.
അറിവ് തേടിയുള്ള സദസ്സിൽ പോയി ഇരിക്കാൻ മനസ്സിന് താല്പര്യം ഉണ്ടാകണം. മഹാനായ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് രേഖപ്പെടുത്തി, ഇന്നും ജീവിച്ചിരിപ്പുള്ള പണ്ഡിതനാണ്, നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഇൽമിന്റെ മജ്ലിസ് ഉണ്ടെങ്കിൽ, നാട്ടിൽ വേറെ ഒരുപാട് മജ്ലിസുകളുണ്ട്, ഹദ്ദാദ് ചൊല്ലിപ്പിക്കുന്നു, റാത്തീബ് ചൊല്ലിപ്പിക്കുന്നു, വേറെ പല സ്വലാത്തുകൾ ഇസ്ലാമില്ലാതെ ചൊല്ലിപ്പിക്കുന്നു, മജ്ലിസുൻ നൂറുകളും മജ്ലിസുൽ ഉൽമുകളും കുറെ സംഭവം നടക്കുന്നുണ്ട്. ഇൽമ് ദീന് പഠിക്കുന്ന മജ്ലിസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സാക്ഷികളാവണമെന്ന് അദ്ദേഹം പറയാണ്. നീ അന്ന് പോയി ഇരുന്ന് പഠിക്കുന്ന ഇൽമിൽപ്പെട്ട ഒരു ഇൽമായിരിക്കാം നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. നീ അന്ന് പഠിക്കുന്ന ഒരു കാര്യത്തിന്റെ ഗൗരവമായിരിക്കാം ഒരു തെറ്റിൽ നിന്ന് നിന്നെ മാറ്റി നിർത്താൻ കഴിയുന്നത്. ഒരു ഇൽമിനെയും നീ ചെറുതായി കാണണ്ട. ഈ വാക്കുകൾ നമ്മൾ ഏറ്റവും മനസ്സോടെ ഉൾക്കൊള്ളേണ്ടതിന്റെ വിശുദ്ധ ഖുർആനിന്റെ പഠന ക്ലാസ്സുകളിൽ നമ്മളെല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ കുടുംബസമേതം നമുക്ക് ദീന് പഠിക്കാൻ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകാ ജീവിതത്തെ നമുക്കൊന്ന് ഓർമ്മപ്പെടുത്തി തരാൻ ബഹുമാന്യനായ നമ്മുടെ സുഹൃത്ത് മുനവ്വർ സ്വലാഹി നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. ഞായറാഴ്ച മഗ്രിബ് നമസ്കാര ശേഷം ഈ പള്ളിയിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മളും നമ്മുടെ കുടുംബസമേതം എല്ലാവരും അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. കല്യാണ വീടുകളിൽ 6, 7, 8, 10 മണിക്കൂറുകൾ പോയി ഇരിക്കുന്ന നമുക്ക് അള്ളാന്റെ ദീന് കേൾക്കാൻ അരമണിക്കൂർ ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സ്വയം നിന്ദ്യരായിട്ടുണ്ടോ, ശൈത്താൻ എന്നെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടോ എന്ന് മനസ്സിനോട് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വാക്കുകൾ അങ്ങനെ തന്നെ പറയുന്നത്. അള്ളാഹുവിന്റെ ഇൽമ, അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ദീനിന്റെ ഇൽമിനെ നമ്മൾ ചെറുതായി കാണാതിരിക്കാൻ ഓരോ സദസ്സിനെയും നന്മയിൽ ഉൾക്കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ബഹുമാന്യനായ നമ്മുടെ ഒരു സഹോദരൻ ഖുത്ബ പറയാറുള്ള മദ്രസാധ്യാപകനായിട്ടുള്ള ഷൗക്കത്ത് അലി മൗലവി അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണത്തിൽ കിഡ്നി സംബന്ധമായ വലിയ അവസ്ഥയിലെത്തുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കിഡ്നി മാറ്റിക്കൊടുക്കാനുള്ള ഒരു സന്നദ്ധത അറിയിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി ഈ വരുന്ന 11-ാം തീയതി പാലക്കാട് ജില്ലയിലെ നമ്മുടെ സഹോദരൻ ഖത്തീബായിട്ടുള്ള ഷൗക്കത്ത് അലി മൗലവി സർജറിക്ക് വിധേയനാവുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ആദർശ രംഗത്ത് നമ്മുടെ എല്ലാ നന്മകളിലും ഒപ്പം നിൽക്കുന്ന ഒരു കുടുംബമാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ, നിലവിലുള്ള ചികിത്സ പൂർണ്ണമായും 100% വിജയകരമായി ആ അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ രണ്ടുപേർക്കും ആരോഗ്യത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റു പല സഹോദരങ്ങളും പല രോഗങ്ങളാലും മറ്റു വിഷമങ്ങളാലും ഒക്കെ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശമനം നൽകുമാറാകട്ടെ. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. മഴയുടെ കെടുതികൾ കാരണം കൊണ്ട് പല പ്രദേശങ്ങളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ, വിഷമങ്ങൾ, വീടില്ലാത്ത അവസ്ഥകൾ, ജോലി നഷ്ടപ്പെട്ടവർ, മക്കൾ നഷ്ടപ്പെട്ടവർ എല്ലാം ഉണ്ട്. അള്ളാഹുവേ, പ്രയാസപ്പെടുന്നവർക്ക് നീ ആശ്വാസമാകണമേ, ക്ഷമിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ, കച്ചവടത്തിൽ, വരുമാനങ്ങളിൽ ബറക്കത്ത് നൽകണമേ. ഞങ്ങളുടെ മക്കളിലൂടെ, ഇണകളിലൂടെ കൺകുളിർമ നൽകണമേ. അള്ളാഹുവേ, സ്വർഗമാകുന്ന ഉന്നതമായ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവിധ ശർറുകളിൽ നിന്ന്, ഫിത്നകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് ഞങ്ങളെ എല്ലാം നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم أعز بأهل فلسطين. اللهم ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.